ഹലോ ഗൈസ്, വെൽക്കം ടു മൂപ്പൻസ് വ്ലോഗ്സ്. ഇപ്പോൾ ഞാൻ ഈ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന വിഷയത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ എന്താണ് നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് PSC ടെസ്റ്റൊക്കെ എഴുതി നിൽക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ, നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളുടെ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അറിയുന്ന ആൾക്കാരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം പറയണം. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ ഈ ഒരു കാര്യം അത് എങ്ങനെയാണ്, അത് കറക്റ്റാണോ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് മാത്രമാണ്, വേറെ ഒന്നുമല്ല. ഞാനിപ്പം കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ്. അതായത് നമ്മുടെ ശ്രുതിക്ക് വയനാട് ദുരന്തത്തിൽ വീടും ഉറ്റവരും പിന്നെയുണ്ടായ അപകടത്തിൽ പ്രതിശ്രുത വരനെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശ്രുതിക്ക് സർക്കാർ ജോലി കിട്ടുന്നു, അത് റവന്യൂ വകുപ്പിലാണ് ആ നിയമനം ഇപ്പം നിലവിൽ ഉത്തരവ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ചോദ്യം ഇപ്പം ശ്രുതിയോട് ഡയറക്റ്റ് അല്ല. ഇപ്പം ഇതിൽ ശ്രുതി എന്നുള്ളൊരു എക്സ് ഓർ വൈ, അത് ഒരു ആൾ മാറിയും മറിഞ്ഞും വരാം. ഇത് ശ്രുതി എന്നുള്ള ലെവലിലല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രകൃതി ദുരന്തങ്ങളിൽ ഇരയാക്കപ്പെടുന്നവർക്ക്, അതോ ഉറ്റവരെയും ഉടയവരെയും അഥവാ വീടിൻ്റെ ഗൃഹനാഥനെയോ ഗൃഹനാഥയെയോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ട എല്ലാവർക്കും ഗവൺമെൻറ് ഈ തരത്തിൽ ജോലികൾ കൊടുക്കാറുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനി അഥവാ ഇങ്ങനൊരു ഗവൺമെൻറ് ജോലി ഇന്ന ഒരു വ്യക്തിക്ക് കൊടുക്കണമെങ്കിൽ അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് കാരണത്താലാണ് അവർക്ക് ജോലി നൽകുന്നത്? കാരണം ഈ PSC നിയമനം എന്നുള്ളത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ പിൻവാതിൽ നിയമനം നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അത് ഏത് ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നാലും പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലിസ്റ്റിലേക്ക് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് കുത്തിയിരുന്ന് പഠിച്ച് PSCയിലേക്കൊക്കെ പഠിച്ച് ആ റാങ്കിലേക്കൊക്കെ എത്തിയ ആൾക്കാർ അവസാനം ഒരു ഘട്ടം എത്തുന്ന സമയത്ത് ആ റാങ്ക് ലിസ്റ്റൊക്കെ ക്യാൻസലായി പോകുന്നുണ്ട്. അവർ വീണ്ടും വർഷങ്ങളായി പ്രയത്നിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് സെക്രട്ടേറിയറ്റിലും മറ്റു പല സ്ഥലങ്ങളിലും ശയന പ്രദർശനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടം വിദ്യരായിട്ടുള്ള അഥവാ തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ച് അതിന് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരുപാട് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ, ആ കുട്ടികൾ, ആ ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ ജോലി ലഭിക്കാതിരിക്കവേ നമ്മളെ ഈ ചില നാച്ചുറൽ കലാമിറ്റിയോ മറ്റുള്ള പല കാര്യങ്ങളോ, ഇപ്പം ഒരുപാട് പേർക്ക് ഈ റീസെൻ്റ്ലി തന്നെ ചില വളരെ സെൻസേഷണലായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ് അവരുടെ വിധവകൾക്കോ ഒക്കെ ജോലി നൽകുന്നതൊക്കെ നമ്മൾ കണ്ടു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്ത് മാനദണ്ഡമാണ് അവർക്ക് കൊടുക്കാനുള്ളത്? ഈ വയനാട് ദുരന്തം നടന്ന സമയത്ത്, മുണ്ടക്കൈ ദുരന്തം നടന്ന സമയത്ത് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട വേറെയും എത്രയോ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അത് ലഭിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ ചോദ്യമാണ്. അതോ വളരെ സെൻസേഷണലൈസ്ഡ് ആവുന്ന, സമൂഹത്തിൻ്റെ അകത്ത് ഒത്തിരി ചർച്ച ചെയ്യപ്പെടുന്ന, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വ്യാപകമായിട്ട് പ്രചരിക്കപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമാണോ ഇങ്ങനെയുള്ള നിയമനങ്ങൾ ലഭിക്കുക എന്നുള്ള കാര്യമാണ്. ഇതിൻ്റെ ഇത് പോസ്റ്റ് വന്നേക്കുന്ന ഏഷ്യാനെറ്റിൽ ഒരു ദിവസത്തിന് മുമ്പാണ്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സ് സത്യം പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നൊരു കമൻറ്റ് ബോക്സാണ്. നിങ്ങളത് കാണണം. ഇവിടെ ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുമ്പോൾ ഇതിനകത്ത് ശ്രുതി എന്നുള്ള വ്യക്തി കേന്ദ്രീകരിച്ചല്ല പറയുന്നത്. ഇത് എക്സ് ഓർ വൈ, ശ്രുതി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി. ഓക്കെ, ഇതിനകത്ത് ഞാൻ കമൻറ്റ് വായിക്കാം. ഈ കുട്ടിക്ക് 19 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഒരു വർഷമെങ്കിലും PSCക്ക് പഠിച്ച് ഏതെങ്കിലും ലിസ്റ്റിൽ കയറിയിട്ട് കൊടുത്താൽ പോരായിരുന്നോ? ലിസ്റ്റിൽ വന്നിട്ടും ഏജ് ഓവർ ആയിരിക്കുന്ന ഒരുപാട് പേരുടെ സ്വപ്നം. വീട് കൊടുത്തോളൂ, സഹായം ചെയ്തോളൂ, പഠിക്കാൻ അവസരം കൊടുത്തോളൂ. ഇത്രയും വർഷം സർവീസ്. ഞാനൊക്കെ എന്തിനാ ഉറക്കമൊഴിച്ച് പഠിക്കുന്നത്? എൻ്റെ പാരൻസും ജീവിച്ചിരിപ്പില്ല. ഇപ്പോഴും ഒരു LGS എങ്കിലും കിട്ടാൻ വേണ്ടി പഠിക്കുന്നു. ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ആയിട്ടെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു പറഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥി ഇട്ട കമൻറ്റാണ്. 298 പേരോളം അതിനെ ലൈക്ക് ചെയ്തിരിക്കുന്നു. അതിൻ്റെ താഴെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അടുത്ത ഒരു കമൻറ്റ്, ഒരു LD ക്ലർക്ക് ആകണമെങ്കിൽ എന്തുമാത്രം പഠിക്കണം, എത്ര മാസങ്ങൾ, വർഷങ്ങൾ? ഇപ്പോൾ ഒരു LGS ജോലി കിട്ടണമെങ്കിൽ പോലും എന്ത് ഹാർഡ് വർക്ക് ചെയ്യണം? ഇപ്പോൾ PSC പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിച്ച് ജോലി നേടിയവർക്കും മാത്രമേ അത് മനസ്സിലാകൂ. സത്യമാണ്. പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ചേർന്നുകൊണ്ട് ഈ PSC പഠനങ്ങൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ നടത്താറുണ്ടായിരുന്നു. എനിക്ക് ആ സത്യം പറഞ്ഞാൽ എനിക്ക് അതിനുള്ള പറ്റാത്ത സാഹചര്യമായിപ്പോയി. അങ്ങനെ അതിൽ പോയി ഇരുന്ന് പഠിക്കാനുള്ള സാഹചര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അന്ന് കൂടെ കഷ്ടപ്പെട്ട് പഠിച്ച അവിടെ ഉള്ള ഒരുമാതിരിപ്പെട്ട 99% പേർക്ക് ഗവൺമെൻറ് ജോലികളിൽ, പല സർവീസുകളിൽ, പോലീസിലും മറ്റിതര വകുപ്പുകളിലും അവർ നന്നായിട്ട് നല്ല ഉന്നത പദവികളിൽ എൻ്റെ സുഹൃത്തുക്കൾ ജോലി ചെയ്തു. അവർ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ്. സത്യമായിട്ടും പറയാം, കഷ്ടപ്പെട്ടിട്ട് പല ലിസ്റ്റുകളിലും പേര് വന്നിട്ടും അതിൽ നിന്ന് ക്യാൻസലായി. പിന്നെ ഒത്തിരി ടെസ്റ്റുകൾ ആ ഒരു വാശിയോടുകൂടി എഴുതി കഷ്ടപ്പെട്ട് കിട്ടിയതാണ്. അപ്പോൾ അവർ പറയുന്നു, ഇപ്പോൾ ഈ കുട്ടിക്ക് ജോലി കൊടുത്തു, പക്ഷേ ഇതെല്ലാവർക്കും കിട്ടുമോ? അതോടൊപ്പം തന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഈ പരീക്ഷ എഴുതി കാത്തിരിക്കുന്നു. നമ്മളുടെ അവസരം മറ്റൊരാൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു കാരണം എന്നൊക്കെ പറയുന്നത് അവരുടെ ചോദ്യമാണ്. ഓക്കെ, ഇനി അടുത്തത്, ആ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ നിയമനം നടത്താൻ ആ പാവം പിടിച്ച പിള്ളേർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മണ്ണിൽ ഉരുണ്ടു. മഴയത്ത് മുട്ടയിലിഴഞ്ഞു, തിരിഞ്ഞു നോക്കിയില്ല, കഷ്ടം.
എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റിൻ്റെ അകത്ത് വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന ആൾക്കാരുടെ നിയമനം നടക്കാത്തതിൻ്റെ പേരിൽ അവർ മുട്ടിലെഴുകയും ശയന പ്രദർശനം നടത്തുകയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ടും അവിടെ നമ്മുടെ അധികാരി വർഗം അതിനോട് വിമുഖത കാണിച്ചു എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നു. ഈ കമൻറ്റ് ബോക്സ് മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെ വിഷമമാണ് അവർ പറയുന്നത്. സർക്കാർ ചെയ്ത് തെറ്റാണ്. ആരൊക്കെ പുകഴ്ത്തി പറഞ്ഞാലും ശരി, എത്രയോ പേർ സെയിം അവസ്ഥയിൽ ഉണ്ട്. മാത്രവുമല്ല PSC ലിസ്റ്റിലുള്ളവർക്ക് പോലും ജോബില്ല. സത്യമാണ്. PSC ലിസ്റ്റിലുള്ളവർക്ക് പോലും ജോലി ഇല്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ചില സെൻസേഷണലൈസ്ഡ് ആവുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു കാര്യം ഇപ്പോഴും പറയാം, അല്ല എങ്കിൽ ഈ നാച്ചുറൽ കലാമിറ്റി അഥവാ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളിൽ എന്താണ് ജീവനുകൾ നഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കുടുംബത്തിനൊരാൾക്ക് ജോലി നൽകുന്നു എന്നുള്ളൊരു സംവിധാനം എല്ലാവർക്കും നൽകണം. അല്ലാതെ ഒരു പ്രത്യേകം എവിടെയെങ്കിലും അതിപ്പോൾ ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്തു, ഒത്തിരി പേര് അതിനകത്ത് ശ്രദ്ധ വന്നു എന്നുള്ളത് കാണുമ്പോൾ അത് ഒരു വലിയൊരു സംഭവമായിട്ട് മാത്രം അതിനെ പുകഴ്ത്തി പറയുകയും, എന്നാൽ ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ഇന്നും ജോലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അവരുടെ മുമ്പിലേക്ക് ഇത് വരുന്ന സമയത്ത് അവർക്ക് അർഹത ഉള്ളത് മറ്റൊരാളിലേക്ക് പോകുന്നൊരു ചിന്ത അവർക്ക് വന്നു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു, ശ്രുതിയെ കുറ്റപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത്. ഇതിന് ശ്രുതി തെറ്റുകാരിയുമല്ല. ഇപ്പോൾ ശ്രുതിയുടെ ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ശ്രുതിക്ക് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്ത് നിന്ന് 10 ലക്ഷം രൂപ എന്തോ അദ്ദേഹം കൊടുക്കുന്നു. വേറെ ഒരുപാട് തരത്തിൽ സാമ്പത്തിക സഹായങ്ങളും മറ്റുള്ള സഹായങ്ങളും ഒക്കെ ആൾക്കാർ മുന്നോട്ട് വന്നു. എന്നാൽ ഈ മുണ്ടക്കൈ ദുരന്തം നടന്നിട്ടുള്ള ആ സ്ഥലങ്ങളിൽ നിന്നും പലതും നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും സ്വത്തും പണവും ഒക്കെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പം അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ ലൈഫിലേക്ക് ഇന്നും ഒരു സഹായവും കിട്ടാത്ത ആൾക്കാരുണ്ട്. വാടക വീടുകളിലേക്ക് പോയി താമസിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ അറിയുന്നു. അപ്പം അവരെ പോലുള്ള ആൾക്കാരെയൊക്കെ ആര് സഹായിക്കും? അതിനെക്കാട്ടിൽ ഏറ്റവും വലിയ വിഷമകരമായ കാര്യം ഇതിനകത്ത് വ്യക്തത എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എങ്കിലും CMRDF ഫണ്ടിലേക്ക് വന്നിട്ടുള്ള 600ഓളം കോടി രൂപ അവിടെ കെട്ടിക്കിടക്കുന്നു. അതാർക്കും ചെലവ് ചെയ്തിട്ടില്ല, ഇന്ന് വരെ അതാർക്കും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ വ്യക്തത ഇല്ല. അറിയുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. എനിക്ക് അതിൻ്റെ വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെ കുറേ ആരോപണങ്ങൾ വരുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നടക്കുന്നത്. അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഒരുപാട് ജീവനുകൾ അപഹരിക്കപ്പെട്ടിട്ട് ആ കുടുംബത്തിലെല്ലാം ഓരോ വ്യക്തികൾക്ക് ജോലി നൽകുമോ? അതോ ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളാൽ ഉള്ളവർക്ക് മാത്രമാണോ ജോലി നൽകുന്നത് എന്നുള്ള ചോദ്യം വളരെ മുനയുള്ള ചോദ്യമാണത്. അതിനൊരു മറുപടി ശരിക്കും പറഞ്ഞ സർക്കാരും അതിൻ്റെ ഔദ്യോഗിക വൃന്ദവുമാണ് നൽകേണ്ടത്. ഇതിനകത്ത് എന്ത് മാനദണ്ഡമാണ് ഉള്ളതെന്നുള്ളത്. ഇനി അടുത്ത് വീണ്ടും ആ കമൻറ്റുകൾ വീണ്ടും പോകുന്നു. ധനസഹായമോ ഒക്കെ, പക്ഷേ ഇങ്ങനെ ജോലി കൊടുക്കാനാണെങ്കിൽ പിന്നെ PSC എന്തിനാണ്? കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുറേ മക്കളുണ്ടെന്ന് ആൾക്കാർ അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നു. ധനസഹായം നൽകട്ടെ, PSC പഠിച്ച് ജോലിക്കായി കാത്തു നിൽക്കുന്നവരെ തേക്കരുത് എന്നുള്ളത് പറയുന്നു. രാത്രി ഉറക്കം പോലും ഇല്ലാതെ കുട്ടികളെ നോക്കാതെ പഠിച്ച് ഞങ്ങൾ മണ്ണും ചാരുന്നവർ പെണ്ണും കൊണ്ടുപോകുന്ന അവസ്ഥ. വീട് വെച്ച് കൊടുക്കാൻ, ക്യാഷ് കൊടുക്കാൻ, ഗവൺമെൻറ് ജോബ് കൊടുക്കാൻ തുടങ്ങിയാൽ PSC എക്സാം വേണ്ടെന്ന് വെക്കുക. കാരണം ശ്രുതിയെക്കാളും ബാഡ് സിറ്റുവേഷൻ കൂടെ കടന്നു പോകുന്ന എത്രയോ പേരുണ്ട്. സത്യമാണല്ലോ. നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് എല്ലാവരും ഒരേ അവസ്ഥയിൽ പോകുന്ന ആൾക്കാരല്ലല്ലോ. ഇപ്പോൾ ദാരിദ്ര്യം എന്നുള്ളൊരു കാര്യം ഇന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയാതെങ്കിലും വളരെയധികം കഷ്ടപ്പെട്ട് നമ്മൾ ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ കാണുന്നു എത്രയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ ആശ്രിതർ ആരെങ്കിലും ഉണ്ടാവും, അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും. ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്ക് മാരക രോഗമായിരിക്കും, ആ കുട്ടി പഠിക്കുകയും ചെയ്യും. അപ്പോൾ എന്നാലും അവർക്കൊരു പ്രത്യേക പരിഗണനയുണ്ടോ? ഇല്ല. എന്നാൽ അതേ സമയത്ത് അച്ഛനും അമ്മയ്ക്കോ എന്തെങ്കിലും ഇതേപോലെ വല്ലതും സംഭവിച്ചിട്ട് ഇതായി കഴിഞ്ഞാൽ ചിലപ്പം അവർ കിട്ടുമെന്ന് പറയുമ്പോൾ അത് എന്തൊരു വൈരുദ്ധ്യമാണ്. സോ നമ്മുടെ ഈ ഒരു സമൂഹത്തിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇനി പുതിയൊരു തരത്തിലേക്കെങ്കിലും ഗവൺമെൻറ്റുകൾ ഇടപെടണം. കാരണം പ്രകൃതി ദുരന്തമുണ്ടായി നഷ്ടപ്പെടുന്ന ജീവനുകൾക്ക് അവരുടെ ആശ്രിതർക്കോ അല്ലെങ്കിൽ അവരെ ഓർത്ത് വിഷമിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി കൊടുക്കുന്നുവെങ്കിൽ അത് എല്ലാവർക്കും അത് അപ്ലൈ ചെയ്യണം. അതല്ല അങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. PSC എക്സാം എന്തിനാണ്? സർക്കാർ സഹായങ്ങൾ നൽകിക്കോ. ജോലി അത് ഇവിടുത്തെ സാധാരണക്കാരോട് കാണിക്കുന്ന അനീതിയാണെന്ന് പറയുന്നു. ആരെങ്കിലും കേസ് കൊടുക്കണം, ഇത് അനീതിയാണ്. എത്രയോ പേർ പരീക്ഷ എഴുതിയിരിക്കുന്നു, ഈ കുട്ടിക്ക് ധനസഹായമാണ് നൽകേണ്ടത്, വളരെ ചെറുപ്പമാണ്, പഠിച്ച് പരീക്ഷ എഴുതട്ടെ, പഠിക്കാനുള്ള സഹായം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്ന ആ PSC ലിസ്റ്റിലുള്ള ഏതോ ഒരാളുടെ സ്വപ്നവും ജീവിതവും തകർത്തു സർക്കാർ എന്ന് പറയുന്നു. സീരിയസ്ലി ഇത് ഇതൊക്കെ നമ്മളും ഇപ്പം ഈ ബ്ലാ 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 ഇപ്പം ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഒരു മാറ്റം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് പോലും അറിയാം. പക്ഷേ എങ്കിലും എൻ്റെ മുമ്പിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിരന്തരമായിട്ട് അവരുടെ പരിശ്രമങ്ങൾ കണ്ടിട്ടും ഇത് ഈ ഒരു വീഡിയോ അധികാരം കാണാൻ സാധ്യതയില്ലാത്തതാണെന്ന് നന്നായിട്ട് അറിയാം. എങ്കിലും കുറേ അധികം ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾ തച്ചുടയ്ക്കപ്പെടുകയും എന്നാൽ ചില പ്രത്യേക തരത്തിലുള്ള ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ കൂടുതൽ ജനങ്ങളിലേക്ക് സ്വീകാര്യത കിട്ടുമെന്നുള്ള ഗവൺമെൻറ്റുകളുടെ സ്വഭാവമാണോ എന്നറിയത്തില്ല. കാരണം അടുത്ത
ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് പെട്ടെന്ന് ജനശ്രദ്ധ കിട്ടും എന്നുള്ളതായിരിക്കാം. അത് അനേകരായിട്ടുള്ള ആൾക്കാർ ഈ നാച്ചുറൽ കലാമിറ്റി, പ്രകൃതി ദുരന്തങ്ങളിൽ നഷ്ടപ്പെട്ടുള്ള ജീവനുകളുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ആശ്രിതരായിട്ടുള്ള പല ആൾക്കാർക്കും ഇതൊക്കെ ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതോടൊപ്പം തന്നെ കുമിഞ്ഞുകൂടി കിടക്കുന്ന CMRDF ഫണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഒത്തിരി പേര് പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ എനിക്ക് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അത് അറിയുന്ന ആൾക്കാർ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായിരുന്നാലും ഇക്കാര്യത്തിൽ ഇപ്പം ശ്രുതി എന്നുള്ളതല്ല XOR ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആളോട് അവർക്ക് ഗവൺമെൻറ് ജോലി കൊടുത്താണോ സംവിധാനം ചെയ്യേണ്ടത്, അതോ അവർക്ക് സാഹചര്യത്തിന് സാമ്പത്തിക സഹായം നൽകുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണോ, അല്ലെങ്കിൽ അവർക്ക് ഒരു അവസരം നൽകുക, അല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമുകളോ മറ്റുള്ള കാര്യങ്ങളോ എഴുതി അതിലൂടെ തെളിയിച്ച് കയറുക എന്നുള്ള രീതിയിലേക്കൊക്കെ. സോ എന്തായിരുന്നാലും പണ്ട് നമ്മുടെ ഏട്ടുമൂത്ത് SI എന്ന് പറയും, അതുപോലെയൊക്കെയാണ് സമൂഹത്തിൻ്റെ അകത്ത് ചില പരിപാടികൾ നടക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണുന്നു ഗൈസ്.